സോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഞാനോട് റോഷൻ. സ്പൈഡർമാൻ ബ്രാൻഡിലൂടെ പടത്തിന്റെ ട്രെയിലർ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ആഴ്ചകൾ കുറേയായി. ഇതുവരെ ഒരു അനക്കവും സോണിയുടെ ഭാഗത്ത് നിന്ന്. പടത്തിന്റെ ഒരു ഒഫീഷ്യൽ ട്രെയിലർ ഇതിനു മുമ്പ് ലീക്ക് ആയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ആ ട്രെയിലറിന് നിങ്ങൾ വീണ്ടും കണ്ട് സൂക്ഷിക്കേണ്ടെന്നും ഞങ്ങൾ വേറൊരു ട്രെയിലർ കട്ട് ചെയ്തുണ്ടാക്കാം, അത് നിങ്ങൾ കണ്ടാമെന്നും പറഞ്ഞുകൊണ്ട് ഇവന്മാർ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. ഇനി പടം ഇറങ്ങാനായിട്ട് ഏതാണ്ട് 2 മാസത്തിന്റെ അടുത്തേ ഉള്ളൂ. ഇതുവരെ ട്രെയിലറിന്റെ കാര്യത്തിലൊന്നും നീക്കുപോക്കില്ല. ഇക്കണക്കിനാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതെങ്കിൽ പടത്തിന്റെ ട്രെയിലർ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ആ പടത്തിന്റെ ഒരു മൊത്തം രൂപരേഖ ഈ ലീക്കുകളിൽ കൂടെ തന്നെ ആൾക്കാർക്ക് മനസ്സിലാകുമെന്നാണ് തോന്നുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് ചൂടോട് കിട്ടിയിരിക്കുന്ന ലീക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കണസ പരിപാടിയൊന്നുമല്ല. പടത്തിന്റെ ഒറിജിനൽ സിനോപ്സിസ് തന്നെയാണ് ഇപ്പോൾ ലീക്ക് ആയിട്ടുള്ളത്. അതായത് മിക്ക സൂപ്പർ ഹീറോ കണ്ടന്റ് പടങ്ങളുടെയും ഒരു എന്താ പറയുക ആർട്ട് ബുക്ക് ഉണ്ട്. അത് പടം ഇറങ്ങിയതിന് ശേഷമാണ് സ്വാഭാവികമായിട്ടും റിലീസ് ആക്കാറുള്ളത്. പടത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ക്രൂഷ്യലായിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ എഴുതി വിവരിച്ച് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഒരു ആർട്ട് ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റപ്പ്. പടം ഏതൊരു രീതിക്കാണ് ട്രാവൽ ആവുന്നത്, ആരൊക്കെയാണ് ഈ ഒരു പടത്തിന്റെ കേന്ദ്ര കഥാപാത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തത്തിലൊരു സിനോപ്സിസ് ഈ ഒരു ആർട്ട് ബുക്ക് വായിച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. സോ ഇപ്പോൾ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂയുടെ കേസിൽ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഒരു ആഗസ്റ്റ് മാസത്തോടെയൊക്കെ ഇറക്കേണ്ടിയിരുന്ന ഈ ഒരു ആർട്ട് ബുക്ക് ഇപ്പോൾ നേരത്തെ കൂട്ടി അങ്ങ് ലീക്ക് അയക്കുവാണ്. ആളുകൾക്ക് അത് വായിച്ചിട്ട് ഇപ്പോൾ പടം ഏതൊരു രീതിക്കാണ് ട്രാവൽ ആകാൻ പോകുന്നതെന്നുള്ള കാര്യത്തിലൊക്കെ ചെറിയ രീതിക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. സോ ഒഫീഷ്യലായിട്ട് ലീക്ക് ആയിട്ടുള്ള ആ ആർട്ട് ബുക്കിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു കാര്യവും പടം മൊത്തത്തിൽ ഏതൊരു രീതിക്കാണ് ട്രാവൽ ചെയ്യാനായിട്ടുള്ള സാധ്യതകളെ കുറിച്ചൊക്കെ തന്നെ ആയിരിക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത്. സോ ഒഫീഷ്യൽ ആണെന്ന് ഞാൻ സ്ട്രെസ് ചെയ്ത് വീണ്ടും പറഞ്ഞതുകൊണ്ട് തന്നെ അറിയാലോ, കുറച്ച് സ്പോയിലർ ഉണ്ടായേക്കാം. അക്കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ തുടർന്ന് കാണുക. അപ്പോൾ വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച് ലെറ്റ്സ് ടോക്ക് അബൌട്ട് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. ആദ്യ വാചകം തന്നെ പറയുന്നത് എങ്ങനെയാണ്? 4 years have gone by since we last caught up with our friendly neighborhood hero. അതെ, നോ വേ ഹോമിൽ നമ്മൾ കണ്ടിട്ടുള്ള ഇവന്റ്സിന് ശേഷം 4 വർഷങ്ങൾ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. സോ ഈ 4 വർഷത്തിന് ശേഷമുള്ള സ്പൈഡർമാന്റെ കേസിലുള്ള സ്റ്റോറി ലൈനാണ് ഈ ഒരു പടത്തിൽ പ്രധാനമായിട്ട് വരാനായിട്ട് പോകുന്നത്. ആക്ച്വലി ഈ ഒരു ന്യൂസ് കുറച്ചൊന്ന് ഡിസപ്പോയിന്റിംഗ് ആണ്. കാരണം ഞാനൊക്കെ മെയിനായിട്ട് പ്രതീക്ഷിച്ചിരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈഡർമാന്റെ ആ ഒരു ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള ആ ഒരു പൊന്തിവരവ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. മൊത്തത്തിലൊരു എലോൺ സെറ്റപ്പിലോട്ട് സ്പൈഡർമാൻ ഇപ്പോൾ എത്തിപ്പെട്ടിട്ടുണ്ടല്ലോ. സോ അവിടെ നിന്ന് പുള്ളി എങ്ങനെയാണ് ആ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിൽ നിന്നൊക്കെ കരകയറി വരുന്നത് എന്നുള്ള ആ ഒരു മെയിനായിട്ട് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ആ ഒരു 4 വർഷത്തെ കേസാണ്. ബട്ട് ആ ഒരു 4 വർഷം കടന്ന് കഴിഞ്ഞതിന് ശേഷമുള്ള കഥകളാണ് ഈ ഒരു പടത്തിൽ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോവേ ഹോമിൽ ആ ഇവന്റ്സിന് ശേഷമുള്ള തൊട്ടടുത്ത സംഭവങ്ങളായിട്ട് നടക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു മോണ്ടേജ് പോലെ പെട്ടെന്ന് കടന്നു പോകുന്ന രീതിയിൽ ഭയങ്കര സ്പീഡ് പേസിൽ കുറെ കട്ട് ഷോട്ടുകളായിട്ട് കാണിച്ചു വിടുവാനാണ് ചാൻസ്. ഇതിനോടകം ഈ ഒരു പടത്തിൽ അപ്പിയർ ചെയ്യപ്പെടാൻ പോകുന്ന ഒരുപാട് സ്പൈഡർമാന്റെ പേര് കേട്ട വില്ലന്മാരുടെ പേരുകൾ നിങ്ങൾ കേട്ട് കാണും. അവരെല്ലാം ഈ ഒരു മോണ്ടാജ് സീനിന് വേണ്ടിയിട്ടാണ് കരുതി വെച്ചേക്കുന്നത്. അതായത് ഈ ഒരു സീക്വൻസിൽ കാണിക്കുന്നത് ഈ ഒരു 4 വർഷത്തിനിടയ്ക്ക് സ്പൈഡർമാൻ ഫൈറ്റ് ചെയ്ത വില്ലന്മാരെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്ത് പെട്ടെന്ന് കുറേ സീക്വൻസുകൾ പോകാനാണ് ചാൻസ്. ആൻഡ് അതിൽ തന്നെ സ്പൈഡർമാൻ വേറെ സ്യൂട്ടുകൾ ധരിക്കുന്ന രീതിയിലും കാണിച്ചു വിടും. അറിയാലോ, ടോണി സ്റ്റാർക്ക് ഇൻഡസ്ട്രീസ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ പിന്നിൽ ഇപ്പോൾ വേറെ ആരുമില്ല. സോ പുള്ളിയുടെ സ്യൂട്ട് എന്ന് പറയുന്നത് പുള്ളി തന്നെ തച്ചുണ്ടാക്കണം. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റി അതിന് കാണത്തുള്ളൂ. ഓരോ വില്ലന്മാരെ ഫൈറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു സ്യൂട്ട് നശിക്കുന്ന രീതിയിലും പിന്നെ അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി പുള്ളി അടുത്ത വില്ലന്മാരുടെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ പോകുന്ന രീതിയിലൊക്കെ ആയിരിക്കും ആ ഒരു സീക്വൻസ് പോകുന്നത്. പേഴ്സണലി എനിക്ക് ഈ ഒരു മോണ്ടാജ് സീക്വൻസിനോട് വലിയ താല്പര്യമില്ല. പിന്നെ സ്പൈഡർമാന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല. കാരണം അത്രയേറെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട ഒരു സംഭവമാണ് ഇത്. പക്ഷെ ഒന്നും കാണാതെ അവരിങ്ങനെ എടുത്തു വെക്കത്തില്ലല്ലോ. അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പടത്തിൽ ഉണ്ടാവുന്നതുകൊണ്ടായിരിക്കണം ഈ ഒരു സീക്വൻസ് ഇങ്ങനെ പെട്ടെന്ന് കടന്നു പോകുന്നത്. ഏതൊരു രീതിക്കാണ് പടത്തിൽ വരുന്നതെന്ന് കണ്ടറിയാം. സോ മൂവിംഗ് ഓൺ. പീറ്റർ പാർക്കർ ഈസ് നോ മോർ ബട്ട് സ്പൈഡർമാൻ ഈസ് അറ്റ് ദ ടോപ്പ് ഓഫ് ഹിസ് ഗെയിം കീപ്പിംഗ് ന്യൂയോർക്ക് സിറ്റി സേഫ്. ക്വൈറ്റ് അണ്ടർസ്റ്റാൻഡബിൾ. പീറ്റർ പാർക്കറിന്റെ ഈ ഒരു അവസ്ഥ വെച്ചിട്ട് ഈ ഒരു സീക്വൻസ് കൃത്യമായിട്ട് ജസ്റ്റിഫൈ ചെയ്യപ്പെടേണ്ട ഒരു കാര്യമായിട്ട് തോന്നുന്നു. അതായത് പീറ്റർ പാർക്കറിനെ സംബന്ധിച്ചിടത്തോളം അവനെ സ്നേഹിക്കാനോ ഇപ്പോൾ തൽക്കാലത്തേക്ക് ആരും ഇല്ല. അവന് ഓർമ്മയുള്ള ആരും തന്നെ ഇല്ല. സോ അതുകൊണ്ട് തന്നെ പീറ്റർ പാർക്കറിന്റെ ആ ഒരു ഹ്യൂമൻ സൈഡ് ഇപ്പോൾ മൊത്തത്തിൽ ബ്രോക്കൺ ആയിട്ട് ഇരിക്കുവാണ്. അതുകൊണ്ട് തന്നെ പീറ്റർ പാർക്കർ തന്നെ ഓൾട്ടർനേറ്റീവ് ഐഡന്റിറ്റി ആയിട്ടുള്ള സ്പൈഡർമാനെ ആശ്രയിക്കുന്നതിൽ കൂടുതൽ തെറ്റ് പറയാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ കൂടുതലും സ്പൈഡർമാൻ ആയിട്ടാണ് ഇപ്പോൾ ന്യൂയോർക്ക് സിറ്റിയിൽ പീറ്റർ പാർക്കർ ചുറ്റി നടക്കുന്നത്. നോവേ ഹോമിൽ വന്ന നമ്മുടെ ആൻഡ്രൂ ഗാർഫീൽഡിന്റെ സ്പൈഡർമാനും സെയിം ഒരു സിറ്റുവേഷൻ തന്നെയാണ്. ഗ്വെൻ സ്റ്റേസി മരിച്ചതിന് ശേഷം പുള്ളിക്കും പീറ്റർ പാർക്കറായിട്ട് ജീവിക്കുന്നതിനുള്ള ആ ഒരു ഐഡന്റിറ്റിയുടെ ഒരു പർപ്പസ് തന്നെ ഇല്ലാതായതുപോലെ തോന്നി. സോ പുള്ളിയും സ്പൈഡർമാനായിട്ട് ചുറ്റിത്തിരിയുന്ന പോലെ ആയിരിക്കും ആ ഒരു സീക്വൻസ് പോയിട്ടുണ്ടാവുക. സോ ഇങ്ങ് മാർവൽ യൂണിവേഴ്സിൽ നമ്മുടെ ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാനും സെയിം ഒരു സിറ്റുവേഷനിൽ കൂടെ തന്നെയാണ് കടന്നു പോകാനായിട്ട് പോകുന്നത്. പീറ്റർ പാർക്കറായിട്ട് ജീവിക്കാനുള്ള ആ ഒരു പർപ്പസ് പുള്ളിക്ക് നഷ്ടപ്പെടുന്നതും. സോ അതുകൊണ്ട് തന്നെ പുള്ളി കൂടുതലായിട്ടും സ്പൈഡർമാനെ റിലേ ചെയ്ത് പോകുന്ന രീതിയിലും സീക്വൻസുകൾ ബിൽഡ് ചെയ്യപ്പെടാം. സോ സാധാരണഗതിയിൽ ഒരു കളിച്ചിരി വൈബിൽ നടക്കുന്ന ടോം ഹോളണ്ടിന്റെ ആ ഒരു ചിൽ സ്പൈഡർമാൻ വൈബിൽ നിന്നും കുറച്ചുകൂടെ അങ്ങോട്ട് മാറിയിട്ട് ഡസ്റ്റിൻ ഡാനിയൽ ക്രട്ടൺ കുറച്ചുകൂടെ ഒരു റേജ്ഫുൾ ആയിട്ടുള്ള ഒരു സ്പൈഡർമാനെ പ്രസന്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതിന് തൊട്ട് മുമ്പ് സ്പൈഡർമാൻ്റെതായിട്ട് വന്നിട്ടുള്ള ഒരു ലീക്ക് എക്സ്പ്ലനേഷൻ വീഡിയോ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പൈഡർമാൻ ഈ ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാൻ ഈ ഒരു പടത്തിൽ ഒരു മ്യൂട്ടേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന രീതിയിലുള്ള സീക്വൻസുകൾ ഉണ്ടെന്നുള്ളൊരു കാര്യം. അതും കൂടെ കൂട്ടി വായിക്കുമ്പോൾ സംഭവം ഏകദേശം ഏറെക്കുറെ കണക്ട് ആവുന്നുണ്ട്. കാരണം പീറ്റർ പാർക്കറിനെ ഒരു സൈഡിലോട്ടങ്ങ് ഒതുക്കിയിട്ട് സ്പൈഡർമാനായിട്ട് കൂടുതൽ നേരം ചെലവഴിക്കുമ്പോൾ അറ്റ് ലാസ്റ്റ് പുള്ളി ആ ഒരു സ്പൈഡർ മ്യൂട്ടേഷൻ പരിപാടിയിലോട്ട് പോകും എന്ന് കരുതി ഈ കോമിക്സിലൊക്കെ കാണിക്കുന്ന കൂട്ടി 8 കയ്യും കാലും വന്നുകൊണ്ട് വലവിട്ട് നടക്കുന്ന ആ ഒരു മോഡിലോട്ട് പോകുന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്താ പറയുക, കൂടുതൽ സ്പൈഡർ എബിലിറ്റീസ് കുറച്ചുകൂടെ സ്ട്രോങ് ആവും. ഓർഗാനിക് വെബൊക്കെ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് പുള്ളിക്ക്. സോ ഈ ഒരു ടൈമിലായിരിക്കും പുള്ളി ഹൾക്കിൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചു ചെല്ലുന്നത്. കാരണം ഹൾക്കിൻ്റെ കേസിലും ഏറെക്കുറെ ഈ ഒരു പരിപാടി തന്നെയാണല്ലോ. ഹൾക്കിന് പുള്ളിയുടെ ഓൾട്ടർനേറ്റ് ഐഡന്റിറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അത് പുള്ളിയുടെ കൺട്രോളിന് വിട്ടു പോകുന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. സോ അതുകൂട്ടൊരു പരിപാടിയാണ് ഇപ്പോൾ സ്പൈഡർമാന് സംഭവിക്കാനായിട്ട് പോകുന്നത്. സോ നോവേ ഹോമിൽ എങ്ങനെ
എങ്ങനെയാണോ നമ്മുടെ ഡോക്ടർ സ്റ്റേഞ്ചിന്റെ അടുത്തോട്ട് പുള്ളി ഹെൽപ്പ് ചോദിച്ചു ചെയ്യുന്നത്, അതുകൂട്ട് ഇവിടെ നമ്മുടെ പ്രൊഫസർ ഹൾക്കിന്റെ അടുത്തോട്ട് ഹെൽപ്പ് ചോദിച്ചു വരുന്ന രീതിയിലായിരിക്കും ആ ഒരു സീക്വൻസ് പോകാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി സിനോപ്സിസിലേക്ക് തിരിച്ചു വരാം. അടുത്തതായിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്ന കൂട്ട് ഓൾറെഡി തന്റെ ഫിസിക്കൽ ബാലൻസും മെന്റൽ ബാലൻസും ഒക്കെ നഷ്ടപ്പെട്ട് ആകെ കൂടെ തെണ്ടി കുത്തുവാള എടുത്തിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ സിറ്റിയിൽ തുടരെ അൺയൂഷ്വൽ ആയിട്ട് ചില ക്രൈംസ് നടക്കുകയും ഇതിന് പിന്നിൽ ആരൊക്കെയെന്നുള്ള അന്വേഷണത്തിന് പുറകെ ചെന്നുകൊണ്ട് ഏറ്റവും അവസാനം ഒരു മാഫിയ സെറ്റപ്പിലോട്ട് ഈ ഒരു പടം സ്വിച്ച് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. മാഫിയ പരിപാടി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി സ്ട്രൈക്ക് ആവാൻ ചാൻസ് ഉള്ളത് നമ്മുടെ കിങ് പിൻ ആയിരിക്കും. ബട്ട് കിങ് പിൻ ഇപ്പോൾ സീനിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ കിങ് പിന്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഒഴിഞ്ഞ കസേര ഇപ്പോൾ ഫില്ലപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത് ടൂം സ്റ്റോൺ ആണെന്ന രീതിയിലാണ് ഇപ്പോൾ ഒരു കരക്കമ്പി കേൾക്കുന്നത്. ഈ ഒരു പടത്തിന്റെ അനൗൺസ്മെന്റ് വീഡിയോ വന്നപ്പോൾ തൊട്ടേ കേൾക്കാൻ തുടങ്ങിയ ഒരു കാര്യമാണ്, ഈ ഒരു സ്പൈഡർമാൻ ബ്രൈനുടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം മൊത്തത്തിലൊരു മൾട്ടിവേഴ്സുമായി മാത്രമായിരിക്കത്തില്ല, ഒരു അണ്ടർഗ്രൗണ്ട് പരിപാടിയും കൂടെ പിടിക്കുന്നുണ്ടെന്ന്. സോ ആ ഒരു ഗതിക്ക് ടോം സ്റ്റോണിനെ ഒരു മെയിൻ വില്ലനായിട്ട് കൊണ്ടുവരുന്നത് നല്ലൊരു കാര്യമായിരിക്കും. ആൻഡ് ഈ ഒരു സിനോപ്സിസിൽ പിന്നെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വില്ലനെ നേരിടാൻ അല്ലെങ്കിൽ ഈ ഒരു ചലഞ്ചിനെ നേരിടാൻ വേണ്ടിയിട്ട് സ്പൈഡർമാൻ അതിന്റെ ഫിസിക്കൽ സ്റ്റെബിലിറ്റിയും മെന്റൽ സ്റ്റെബിലിറ്റിയും കൃത്യമായിട്ട് തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു ആവശ്യകതയുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. സോ ഇങ്ങനെ എടുത്തു കിട്ടി പറയുമ്പോൾ തന്നെ അറിയണം, ടോം സ്റ്റോൺ നല്ല രീതിക്ക് ടഫ് കൊടുക്കാനായിട്ട് ചാൻസ് ഉണ്ട്. പുള്ളി ഒറ്റയ്ക്കല്ല, പുള്ളിയുടെ ഒരു അണ്ടറിൽ ഒരുപാട് വില്ലന്മാർ വന്നിട്ട് മൊത്തത്തിൽ സ്പൈഡർമാനെ അങ്ങ് അടിച്ച് തൂക്കാനായിട്ട് ചാൻസ് ഉണ്ട്. പടത്തിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ഒരു മോണ്ടാജ് സീക്വൻസ് ഉണ്ടല്ലോ, ആ ഒരു സീക്വൻസിൽ വരാൻ ചാൻസ് ഉള്ള വില്ലന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൂമറാങ്, ടാരാന്റുല, റൈനോ, പിന്നെ കെമിലിയോന്റെ പേര് കേൾക്കുന്നുണ്ട്, 8 ബോളിന്റെ പേര് കേൾക്കുന്നുണ്ട്, അങ്ങനെയുള്ള കുറച്ച് വില്ലന്മാരാണ്. സോ ആ ഒരു സീക്വൻസിൽ കാണിക്കുന്ന വില്ലന്മാരെ ഒഴിച്ച് ഡോസ് കൂടിയ വില്ലന്മാരായിട്ടുള്ള സ്കോർപിയോൺ, മിസ്റ്റർ നെഗറ്റീവ്, പിന്നെ ഇപ്പോൾ ഈ ടൂം സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റംസിനൊക്കെ പടത്തിന്റെ ഒരു മെയിൻ വില്ലൻ ഗണത്തിൽപ്പെടുത്തുന്ന രീതിയിലായിരിക്കും മൊത്തം പടം ട്രാവൽ ചെയ്യാനായിട്ട് പോകുന്നത്. ഹൾക്ക്, പണിഷർ, പിന്നെ സാഡിസിംഗ് അവതരിപ്പിക്കുന്ന ആ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ടൊന്നും ഈ ഒരു സിനോപ്സിസിൽ എവിടെയും പ്രതിപാദിക്കുന്ന രീതിയിൽ കാണുന്നില്ല. സോ അതൊക്കെ പടം കണ്ട് തന്നെ അറിയേണ്ടി വരുമെന്ന് തോന്നുന്നു. സോ ഇത് വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംഭവം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ്. സ്പൈഡർമാനെ ബേസ് ചെയ്തൊരു ഇമോഷണൽ റോളർ കോസ്റ്ററിലുള്ള ഒരു പടമായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. ടോം സ്റ്റോൺ പോലുള്ള ഒരു വില്ലനൊക്കെ മെയിൻ വില്ലനായിട്ട് പടത്തി ഇറക്കുമ്പോൾ ഒരു സ്ട്രീറ്റ് ലെവൽ ആക്ഷൻ സീക്വൻസ് ഒക്കെ നമുക്ക് സ്പൈഡർമാന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. സ്പൈഡർമാനെ ആ ഒരു ആക്ഷൻ ഫിഗറിൽ ഡസ്റ്റിൻ ഡാനിയൽ ക്രട്ടൺ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത് എന്നതിലും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ നോക്കി കാണാം നമുക്ക്. മൊത്തം കൂട്ടി വായിക്കുമ്പോൾ പടത്തിൽ പീറ്റർ പാർക്കറിനൊക്കെ കൂടുതൽ സ്പൈഡർമാൻ സീക്വൻസുകൾ വരാനുള്ള ഒരു ചാൻസ് ആണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ഞാൻ നേരെ ഉൾട്ടയാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഐ മീൻ ഓഫ് കോഴ്സ് നമ്മളൊരു സ്പൈഡർമാൻ പടത്തിന് കയറുന്നത് തീർച്ചയായിട്ടും സ്പൈഡർമാന്റെ ആക്ഷൻ സീക്വൻസുകളും ആ ഒരു കോമഡി പരിപാടികളൊക്കെ കാണാൻ വേണ്ടി തന്നെയാണ്. എന്നാൽ പോലും ഈ ഒരു സിറ്റുവേഷനിൽ പീറ്റർ പാർക്കറിന് കൂടെ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ ഒരു മാനസിക പരിപാടികളൊക്കെ കാണിക്കുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ തന്റെ മനസ്സിന്റെ സമ്മർദ്ദം മൂലം സ്പൈഡർമാനായി തന്നെ പീറ്റർ പാർക്കർ എന്നുള്ള ആ ഒരു ഐഡന്റിറ്റി തന്നെ മറന്ന് സ്പൈഡർമാനായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റോറി ലൈൻ പോകാൻ ചാൻസ്. ബട്ട് അതും ജസ്റ്റിഫൈ ആണ്. പീറ്റർ പാർക്കറിന്റെ ഈ ഒരു അവസ്ഥയിൽ പുള്ളി അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിൽ തെറ്റ് പറയാനായിട്ട് പറ്റത്തില്ല. സ്റ്റോറി ലൈനെല്ലാം അതിനെ അനുകൂലിക്കുന്നുണ്ട്. സോ കൃത്യമായ രീതിയിൽ ഡസ്റ്റിൻ ഡാനിയൽ ക്രട്ടൺ ആ ഒരു ഇമോഷനെ വെച്ച് കിടിലായിട്ടുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പടം ഒരു അടിപൊളിയായിരിക്കും. അറ്റ് ലാസ്റ്റ് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, അടുത്ത ആഴ്ചയിലേക്ക് കടക്കാൻ പോവാണ്. ആ ഒരു ആഴ്ചയിലെങ്കിലും ട്രെയിലർ വിടറേ, ഇത് എന്തോന്നിന് ഇത് ഇത്ര സമയം വൈകിക്കുന്നു. സോ ഒരു സിനോപ്സിസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചുള്ള കഥാപരിപാടികളൊക്കെ ഇതൊക്കെ തന്നെയാണ്. സോ ഇത് കേട്ടിട്ട് നിങ്ങൾ എത്രമാത്രം എക്സൈറ്റഡ് ആണ്, ഈ ഒരു രീതിക്ക് പടത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നൈസായിരിക്കും. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും വീണ്ടും കാണാം.